ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാക്ബുക്ക് പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന, അതായത് പുതിയതായിട്ട് മാക്ബുക്കൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് കാലം വിൻഡോസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് മാക്ബുക്കിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം എൻ്റയർലി ഇതിൻ്റെ പ്രോഗ്രാം എല്ലാം ഡിഫറെൻ്റാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 10-27 വർഷമായിട്ട് നമ്മൾ വിൻഡോസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഈ മാക്ബുക്കിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ ഒരുപാട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വിൻഡോസിനാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഏതെങ്കിലും സോഫ്റ്റ്വെയർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിൽ നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ തുടക്കം അവിടെ തന്നെ ആകാം. ഈ ഒരു നിങ്ങൾക്ക് വീഡിയോ വിഷ്വൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് റെക്കോർഡ് ചെയ്യണമെന്നതിന് വേണ്ടി നമ്മൾ Shift+Command+5 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ സ്ക്രീന് നമുക്ക് റെക്കോർഡ് അടിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ വിൻഡോസിൽ നിന്ന് എൻ്റർ ഡിഫറൻസ് ആണ്. താഴെ ടാസ്ക് ബാറിലായിട്ട് ഒരുപാട് ആപ്സ്, പ്രോഗ്രാംസ് കമ്പ്യൂട്ടറിൽ വരുമ്പോൾ നമ്മൾ പ്രോഗ്രാംസ് പറയും, മൊബൈലിലാകുമ്പോൾ ആപ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഫസ്റ്റ് കാണുന്ന ഫൈൻഡർ, നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ ഫൈൻഡ് ചെയ്യണമെങ്കിൽ, അതുപോലെ ആപ്സ് ഫൈൻഡ് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ഫൈൻഡർ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ഫൈൻഡർ എന്നാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ഫയൽസൊക്കെ നമുക്കിവിടെ ഡോക്യുമെൻ്റൊക്കെ ഇവിടുന്ന് കാണാം. ഡൗൺലോഡ് ചെയ്ത ഫയൽസും കാര്യങ്ങളും റീസെൻ്റായിട്ട് യൂസ് ചെയ്ത ഫയലുകളൊക്കെ ഇങ്ങനെ ഈ ഫൈൻഡറിൽ പോയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ലോഞ്ച് പാടുണ്ട്. ഇവിടെ നമ്മൾ ഇതിൽ ഈ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഒരു ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. പിന്നീട് നമുക്കിവിടെ കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമും കാര്യങ്ങളും ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസൊക്കെ ഇവിടെ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിലുള്ള വൈഫൈയും ബ്ലൂടൂത്തും എയർ ഡ്രോപ്സ്, ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷന്, സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. സ്ക്രീൻ മിറർ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ കൺട്രോൾ പാനലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് വൈഫൈ ഇവിടെ മുകളിലായിട്ടായിരിക്കും. നമ്മളെ വിൻഡോസിലൊക്കെ നമ്മൾ ഈ ടാസ്ക് ബാറിലായിരിക്കും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. ഇവിടെ വരുമ്പോൾ നമുക്കെല്ലാം ഈ മുകളിൽ മെനുവിലാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ബാറ്ററീൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളും ഇവിടെ കാണാം. സെറ്റിങ്സൊക്കെ ഇവിടെയാണ് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണും. ആപ്പ് സ്റ്റോറിൽ പോയിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് കണ്ടോ, സോറി. പിന്നെ അതുപോലെ തന്നെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ വന്നിട്ട് ഷട്ട് ഡൗൺ, സ്ലീപ്പ്, റീസ്റ്റാർട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലോക്ക് സ്ക്രീന് ഒക്കെ ഇവിടെയാണ്. ഈ ആപ്പിളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫൈൻഡറിന് തൊട്ടടുത്തുള്ളത് ഫയൽ, എഡിറ്റ്, ഈ ഒരു കാര്യങ്ങൾ. ഇത് ഓരോ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ആപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെയുള്ള കാര്യങ്ങൾ വരിക. ഇപ്പോൾ നമ്മൾ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ എക്സലൊന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്രീന് ഫുള്ളായിട്ടാവില്ല കാണുക. നമ്മൾ ഈ ഇവിടെ ഏറ്റവും മുകളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ അതിൽ ഫുൾ സ്ക്രീനായിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ, അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യാൻ കമാൻഡ് എം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമൈസ് ആവും പ്രോഗ്രാം. ഇപ്പോൾ ഇവിടെ ഈ ഫയലിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു എക്സലിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ള മെനു ആയിട്ടായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ നമ്മൾ കണ്ട ആ ഒരു മെനു അല്ല. നമ്മൾ ഈ ഒരു എക്സലിൽ ഇപ്പോൾ ഏതൊക്കെ മെനുവാണ് വർക്ക് ചെയ്യേണ്ടത് അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ എക്സലൊന്ന് ക്ലോസ് ചെയ്തു വേറൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ സ്പോട്ടിഫൈ ഓൺ ചെയ്തു. അപ്പോൾ കണ്ടോ, അതിനോട് ബന്ധപ്പെട്ട മെനു ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നമ്മൾക്ക് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ വിൻഡോസിലാണെങ്കിൽ പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ടാവും. അതാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുക. ഇതിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ രണ്ട് രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഒന്ന് നമുക്ക് സ്പെസിഫിക് ഏരിയ മാത്രം സ്ക്രീൻഷോട്ട് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഫുൾ സ്ക്രീന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ രണ്ട് സ്വിച്ചാണ്. ഒന്ന് Shift+Command പ്രസ് ചെയ്തിട്ട് 3 എന്ന് അടിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടാവും. അതുപോലെ Shift+Command+4 അടിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ഏരിയ സ്ക്രീൻഷോട്ട് ചെയ്യാം. ഇങ്ങനെ Shift+Command+4 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയ മാത്രം നമുക്കിങ്ങനെ സ്ക്രീൻഷോട്ടാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ,
കണ്ടോ, ഒരു ഏരിയ മാത്രം ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തു. പിന്നീട് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആപ്പ് സ്റ്റോർ ഉണ്ട്. നമ്മളെ ഐഫോണിൽ അതുപോലെ തന്നെ ഈ ആപ്പ് സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഇതിൽ നിന്നൊരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഇതിൽ നിന്നൊരു സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫൈൻഡർ പോവുക, ആപ്ലിക്കേഷൻ ഇങ്ങനെ ഏത് കാര്യങ്ങൾ ഏതാ വേണ്ട വെച്ചാൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഈ ഒരു ആപ്പ് എനിക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണം. അവിടെ ഫൈൻഡറിൽ സെർച്ചിൽ പോയിട്ട് ഞാൻ ആ ആപ്പിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു ആപ്പും അതിനോട് ബന്ധപ്പെട്ട ഫയൽസാണ് വന്നത്. ഇതിൽ സിസ്റ്റം ഫയൽസ് മാത്രമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ പ്ലസ് ചെയ്തിട്ട് അപ്ഡേറ്റ്സ് കൊടുക്കുക. ഇവിടെ സിസ്റ്റം എന്ന് ടൈപ്പ് കഴിഞ്ഞാൽ സിസ്റ്റം ഫയൽ മാത്രം നമുക്കിങ്ങനെ ഫൈൻഡ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫയലാണ് ഇതിന്ന് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫയൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ടു ട്രാഷ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ പാസ്വേഡ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഇതിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലാണ് ഇതിന്നൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ഇതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ആണെങ്കിൽ എല്ലാത്തിനും പർച്ചേസ് ചെയ്യുന്ന ആപ്പുകളാണ് സാധാരണ. പക്ഷേ നമുക്ക് വിൻഡോസിലൊക്കെ നമ്മൾ ക്രാക്കിംഗ് സോഫ്റ്റ്വെയർ എടുക്കാറുണ്ട്. അത് റെക്കമെൻഡബിൾ അല്ല, കാരണം ക്രാക്കിംഗ് സോഫ്റ്റ്വെയർ എടുത്താൽ ഒരുപാട് ഹാക്കിങ്ങിനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ടൊറൻറ്റ് എന്നൊരു സൈറ്റിൽ പോയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടോ. അതും തന്നെ ചെറിയ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചെറിയ വ്യത്യാസങ്ങളുണ്ട് വിൻഡോസും ഇതും തമ്മിൽ. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ നമ്മളൊരു വിൻഡോസിലാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ Ctrl+A എന്നടിക്കും. അപ്പോൾ ആ Ctrl+A അടിച്ചിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് Command+A ആണ്. ഓക്കെ, Command+A അടിച്ചാൽ ഫുള്ള് ആയിട്ട് സെലക്ട് ചെയ്യും. പിന്നെ Ctrl+C അടിച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യം കോപ്പി ചെയ്യുക. അപ്പോൾ അത് കോപ്പി ആണെങ്കിൽ നമ്മൾ Ctrl+C ആണ് വിൻഡോസിൽ അടിക്കുക. അവിടെ വരുമ്പോൾ Command+C എന്ന് അടിക്കുക. പേസ്റ്റിനാണെങ്കിൽ Command+V എന്നടിച്ചാൽ കോപ്പി പേസ്റ്റ് ആ രീതിയിൽ. കമാൻഡാണ് ഇതിലധികം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക. കമാൻഡറിന് ബട്ടൺ ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ ബട്ടൺ ഉണ്ടാവും, കൺട്രോൾ ഉണ്ടാവും, ഷിഫ്റ്റ് ഉണ്ടാവും, പിന്നെ ഫങ്ഷൻ കീയിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ ആ കീബോർഡിൽ വരുമ്പോൾ കാര്യങ്ങളിൽ കാണാൻ സാധിക്കും. പിന്നീട് എന്താ മെയിനായിട്ട് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ ഒരു ആപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താലും പക്ഷേ ഈ ടാസ്ക് ബാറിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ താഴെ ഓരോ ഡോട്ട്സ് ഉണ്ടോ, ഈ ഡോട്ട്സ് ഇതിൻ്റെ അർത്ഥം ഈ ആപ്സൊക്കെ ഇതിൽ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഷട്ട് ഡൗൺ ചെയ്തു. പിന്നീട് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഈ ഓപ്പണായി കിടക്കുന്ന ആപ്പുകളൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് ഓണായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലോസ് ചെയ്യണം. ഓരോ ആപ്പും ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്വിറ്റ് ചെയ്യണം. ഇതുപോലെ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി നമ്മൾ മറ്റൊരു സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പോപ്പപ്പായിട്ട് നമുക്കിങ്ങനെ ഡെസ്ക്ടോപ്പിൽ ഇത് ഓപ്പൺ ആകാതെ വരുള്ളൂ. ചെറിയ ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയി എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ മാക് യൂസർ ഇത്തരം ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് നമ്മൾ ഇത് ഇതിനോട് യൂസായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്കത് വളരെ സിമ്പിളാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ വിൻഡോസ് സിസ്റ്റത്തിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര മാറ്റമാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും അത്ര ഗ്രാഫിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. ഇപ്പം ഞാൻ നേരത്തെ ഇത്രയും കാലം വിൻഡോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തെടുക്കാൻ, അത് റെൻഡർ ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് സമയം എടുത്തിരുന്നു. എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നവർ ഈ FCP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റിങ്ങും കാര്യങ്ങൾ പർപ്പസൊക്കെ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു യൂസ് ഇൻ്റർഫേസാണ്. അതുപോലെ തന്നെ റെൻഡർ ചെയ്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് 4K ഫയലുകളൊക്കെ സിമ്പിളായിട്ട് 1-2 മിനിറ്റ് കൊണ്ടൊക്കെ ഔട്ട്പുട്ട് ലഭിക്കും, റെൻഡർ ചെയ്തിട്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് വിൻഡോസിൽ നിന്ന് ഇതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശരിക്കും ഫീൽ ചെയ്യും സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. അപ്പോൾ ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.